BDJസിനും BJPക്കുമായി നിരവധി വർഷമായി വെള്ളം കോരുന്ന വിറക് വെട്ടുന്ന നേതൃനിരയിൽ ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും പരിഗണിക്കാതെ പെട്ടെന്ന് 2020 ഒരു തീരാധാരം എഴുതി കൊടുക്കുകയും ആ മണ്ഡലത്തിൽ, അതായത് മത്സരിക്കാൻ പോലും ഒരു യഥാർത്ഥ ശക്തിയുള്ള ഒരു കാൻഡിഡേറ്റ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രസ്ഥാനം, അതായത് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു മണ്ഡലം തലത്തിലെങ്കിലും 2020 ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയായിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ടും ചർച്ച ചെയ്ത് ഒരു നല്ല കാൻഡിഡേറ്റിനെ പ്രൊപ്പോസൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്കൊരു അന്തസ്സുള്ള കാര്യമായിരുന്നു. ഇതുപോലെ തന്നെയാണ് 2020 ബാക്കി സീറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നത് പോലെ. അപ്പോൾ അതായത് എന്തോ ഒരു വലിയ കച്ചവടം നടന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റുമാനൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജ്മോഹൻ കൈമളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നേരത്തെ കോട്ടയത്ത് വെട്ടിക്കുളങ്ങര ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടൊക്കെയും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ആ ബസ്സിൻ്റെ ഉടമയാണ് രാജ്മോഹൻ കൈമൾ എന്ന ഉണ്ണി. എന്താണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉള്ള സാഹചര്യം? നേരത്തെ സജീവ BJP അനുഭാവിയായിരുന്നല്ലോ. അതെ, ഞാൻ സജീവമായ BJP പ്രവർത്തനമായിരുന്നു, ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം, തീരുമാനമെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഏറ്റവും വലിയൊരു അഴിമതി വീരനായ ശ്രീ VN വാസവൻ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിരവധിയായ ഇളംകുളം ബാങ്ക് തകർത്തതിൽ, റബ്കോ നശിപ്പിച്ചതിൽ, അതുപോലെ ഇപ്പോൾ ഈ 2025 സ്വർണ്ണക്കൊള്ള അനുബന്ധിച്ച്, അതുകൂടാതെ ഇപ്പം നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നൊരു അയ്യപ്പ സംഗമം നടത്തി അതിനകത്ത് ശ്രീ വെള്ളാപ്പള്ളിയും ശ്രീ സുകുമാരൻ നായരെയും എല്ലാം പെടുത്തി എല്ലാത്തിനെയും സൂത്രധാരനായ ഒരു വ്യക്തി, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, സമൂഹത്തിനായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ NDA ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത അദ്ദേഹം അയ്യപ്പന് മുമ്പിൽ പോയി ഒരു കൈ ഊപ്പാമ്പോഴും തയ്യാറില്ലാത്ത വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിർത്തുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെ ഏറ്റുമുട്ടാൻ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി വേണമായിരുന്നു നിർത്താൻ. അപ്പോൾ ഇവിടെ NDAക്ക് BDJസിനും BJPക്കുമായി നിരവധി വർഷമായി വെള്ളം കോരുന്ന വിറക് വെട്ടുന്ന നേതൃനിരയിൽ ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും പരിഗണിക്കാതെ പെട്ടെന്ന് 2020 ഒരു തീരാധാരം എഴുതി കൊടുക്കുകയും ആ മണ്ഡലത്തിൽ, അതായത് മത്സരിക്കാൻ പോലും ഒരു യഥാർത്ഥ ശക്തിയുള്ള ഒരു കാൻഡിഡേറ്റ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രസ്ഥാനം, അതായത് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു മണ്ഡലം തലത്തിലെങ്കിലും 2020 ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയായിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ടും ചർച്ച ചെയ്ത് ഒരു നല്ല കാൻഡിഡേറ്റിനെ പ്രൊപ്പോസൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്കൊരു അന്തസ്സുള്ള കാര്യമായിരുന്നു. ഇതുപോലെ തന്നെയാണ് 2020 ബാക്കി സീറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നത് പോലെ. അപ്പോൾ അതായത് എന്തോ ഒരു വലിയ കച്ചവടം നടന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനകത്ത് എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ടാണ് സ്വതന്ത്രനായിട്ട് നിന്നായാലും VN വാസവനെതിരെ മത്സരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പണ്ട് VS അച്യുതാനന്ദൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ CPMൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരിക്കുന്ന അപജയം, അത്തരം ആൾക്കാരെ വീണ്ടും വീണ്ടും നമ്മൾ തിരഞ്ഞെടുത്ത് വിടുകയാണെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, വരും തലമുറയ്ക്ക് നമ്മൾ അവരെ കാട്ടിക്കൊടുക്കുന്ന രാഷ്ട്രീയ ബിംബങ്ങളാണിവർ. ഇവരെ കണ്ടുവേണം അവർ രാഷ്ട്രീയം പഠിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായും പരാജയപ്പെടുത്താനുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുന്നത്. കോൺഗ്രസ് ഒരു ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുക്കാഞ്ഞത്? അങ്ങനെ ഒരിക്കലും ഞാൻ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും മറ്റൊരു പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾക്കറിയില്ലാത്തൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്നെ 2020 ക്ഷണിക്കുകയും 2020 സ്ഥാനാർത്ഥിയായി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2020 സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിൽ നിൽക്കാം, പക്ഷേ നിങ്ങൾ എൻ്റെ നേതൃത്വം, BJPയുടെ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർജിയോടും അഡ്വക്കേറ്റ് സുരേഷിനോടും ചോദിച്ചിട്ട് എന്നോട് അനുവാദം കിട്ടിയാൽ എന്നെ വിളിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പം ഒരു മത്സരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല, എനിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയത്തിൽ. ആ രാഷ്ട്രീയത്തിൽ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സത്യം, നീതി, ന്യായം, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കും. ഉദാഹരണമായിട്ട് നമുക്ക് VM സുധീരനെ പോലെ ആൾക്കാരുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ, നല്ല നല്ല നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനൊരു വലിയ ശോഷണം സംഭവിച്ചിരിക്കുകയാണ്. നല്ല നേതാക്കന്മാരില്ലാത്തത് കാരണം ഈ കൊച്ചുകുട്ടികൾ വിചാരിക്കുന്നത് ഇവരാണ് യഥാർത്ഥ നേതാക്കന്മാർ, ഇവരാണ് നമ്മുടെ താത്വിക ആചാര്യന്മാരെന്നുള്ളൊരു മിഥ്യാധാരണ കൊച്ചുകുട്ടികളിൽ ഉണ്ടായി പോവുകയാണ്. അത് മാറ്റണം. അത് മാറ്റാനുള്ള ഒരു പ്രവർത്തനവും VN വാസവനെ ഇവിടെ നിലനിർത്താൻ, അതായത് ജയിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഞാൻ ഈ മത്സരത്തിൽ. ഞങ്ങൾ എത്ര വോട്ട് പിടിക്കുമെന്നാണ് കരുതുന്നത്? എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഇപ്പോൾ അതായത് നിലവിൽ ഒരു 30,000 വോട്ട് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രവർത്തനം മുമ്പോട്ട് പോകുമ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പച്ച സത്യം, പരമാർത്ഥമാണെന്ന് സാധാരണക്കാരായ എല്ലാ വോട്ടർമാർക്കും അറിയാവുന്നവരാണ്. അരിയാഹാരം കഴിക്കുന്നവർ, ആത്മാർത്ഥമുള്ളവർ. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഉണ്ടാക്കി എൻ്റെ സമ്പാദ്യം ഞാൻ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇവിടുന്ന് സമ്പത്തുണ്ടാക്കി അത് എൻ്റെ കുടുംബത്തിനും തലമുറകൾക്കും അല്ല എൻ്റെ ബന്ധുക്കൾക്കും വേണ്ടി വീതമൊക്കെയല്ല ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, ശുദ്ധമായ സത്യസന്ധമായ ഒരു വ്യക്തിത്വമായതുകൊണ്ട് എനിക്ക് തൻ്റെ ഇടമായിട്ട് ആരോടും പോയി വോട്ടഭ്യർത്ഥിക്കാം. എല്ലാവരും എന്നെ സഹായിക്കുന്നു, സഹകരിക്കുമെന്നും ഈ വൻ മരങ്ങളൊക്കെ കടപുഴകാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ VN വാസവനെ കടപുഴക്കുമെന്നാണ് എൻ്റെ സത്യപ്രതിജ്ഞയാണ്. പഴയ കേസ്, ബസ്സിൻ്റെ കേസൊക്കെ പൂർത്തിയായി, ഇപ്പോഴും ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? കേസ് നടക്കുന്നുണ്ട്. കേസ് കോടതിയിലാണ്. JFMC 3 കോട്ടയത്ത് കോടതി നടക്കുന്നുണ്ട്. ഇപ്പം അടുത്ത May 25 അടുത്ത ഹിയറിംഗ് ഉള്ളത്. കേസ് പറഞ്ഞത് തന്നെ, അതായത് നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു സാധാരണക്കാരൻ അവസാനം ആശ്രയിക്കുന്നതാണ് കോടതി. ആ പരമോന്നത കോടതിയുടെ വിധി കൊണ്ട് കൈ കൊടുത്തിട്ട് പോലും അത് നിഷേധിച്ചുകൊണ്ട് അക്രമം
CA2-ൻ്റെ അക്രമ രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ CA2 എന്ന് പറയുന്ന പാർട്ടിയോ ഒന്നുമല്ല, ചില വ്യക്തികളുടെ, അതിനകത്തുള്ള ചില വ്യക്തികളുടെ അവർ ഗുണ്ടായിസം പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കോട്ടയത്ത് ഉള്ള ക്വാറികളെല്ലാം ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരത്തിൽ ചെന്ന് ചേരും. അതുപോലെ കോട്ടയത്തിൽ നമ്മളിപ്പം മെഡിക്കൽ കോളേജ് ചോദിച്ചാൽ ഭരണം ആരെങ്കിലും വെച്ചാൽ ഒരാളുടെ ചെന്ന് ചേരും, അല്ലാതെ സർക്കാർ സംവിധാനം അല്ലാതൊന്നും. അപ്പോൾ രാഷ്ട്രീയ ഗുണ്ടായിസമുണ്ട്. ആ രാഷ്ട്രീയ ഗുണ്ടായിസത്തിനെ കടപുഴക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. എന്തായാലും ആശംസകൾ. താങ്ക് യു. താൻ നേരത്തെ വിശ്വസിച്ചിരുന്ന BJP-യിൽ നിന്നും പൂർണ്ണമായും ബന്ധം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ സ്വതന്ത്രനായി രാജ്മോഹൻ കൈമൾ മത്സരിക്കുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തോൽപ്പിച്ച് താൻ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് രാജ്മോഹൻ കൈമൾ പങ്കുവെക്കുന്നത്. അനന്തു സുരേഷിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.